നമസ്കാരം. പല നിറത്തിലുള്ള പൂക്കൾ വീടുകളിൽ വിരിയുന്നതാണ്. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വിരിയുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചന തന്നെയാണ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു എന്നർത്ഥമാക്കാം. എന്നാൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഈ വ്യക്തികൾ വലിയ നേട്ടങ്ങളാണ് എങ്കിലും ചെറിയ നേട്ടങ്ങളാണ് എങ്കിലും ഒരേപോലെ ജീവിതത്തിൽ ആഘോഷിക്കുന്നവരാണ്. വലുപ്പ ചെറുപ്പം നോക്കാറില്ല എന്നുള്ളതാണ്. നേട്ടങ്ങളാണ് പ്രാധാന്യം ഇവർ നൽകുക. അത് ചെറിയ നേട്ടങ്ങളാണ് എങ്കിലും ഇവർക്ക് വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും മറ്റു വ്യക്തികളുടെ സഹായത്താലും ഇത്തരത്തിൽ നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നും താൻ ഒരുപാട് സന്തോഷിക്കുന്നവരാണ് എന്നും അല്ലെങ്കിൽ താൻ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പുറമെ കാണിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായ വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. മറ്റുള്ളവരും ഇവരെ പോലെ ആകുവാൻ വളരെയധികം ആഗ്രഹിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കുറെ വിഷമതകൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ ബാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. എന്നാൽ അത്തരത്തിലുള്ള വിഷമതകൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ മറച്ചു പിടിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. ഒരിക്കലും മറ്റുള്ളവരെ തങ്ങളുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ അറിയിക്കേണ്ടതില്ല എന്ന തീരുമാനം ജീവിതത്തിൽ എടുക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതിനാൽ മറ്റുള്ളവരുടെ സഹതാപം ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതും എടുത്ത് പറയേണ്ടതായ ഒരു കാര്യമാകുന്നു. അതിനാൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, തിരിച്ചടികൾ വന്നാൽ പോലും അത് പുറമെ കാണിക്കാതെ ഉള്ളിൽ വയ്ക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ദുഃഖം വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുന്നവരായിരിക്കും ഇവർ. ചില വിഷമതകൾ മറക്കുവാൻ സാധിക്കാത്തതായ ചില വിഷമതകൾ ജീവിതത്തിൽ ഉള്ളവരാണ് ഇവർ. പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളിൽ നിന്നോ മറ്റോ അത്തരത്തിലുള്ള വിഷമതകൾ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുഃഖങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കും. കാരണം ആ വിഷമങ്ങൾ, ആ ഓർമ്മകൾ ഇവരുടെ ജീവിതത്തിൽ മായാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിവർ മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും ഇവർക്ക് പല വിധത്തിലും ശാരീരികപരമായും മാനസികപരമായും ക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആ കാര്യവും ഇവർ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ഒരുപാട് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ഇവർ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നും ചേർത്ത് നിർത്തുന്നതായ പല വ്യക്തികളിൽ നിന്നും പലപ്പോഴും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ, വിഷമങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഇവർക്ക് പോലും വളരെ വിഷമങ്ങൾക്ക് കാരണമായി തീരും. അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ ഇവർ വളരെയധികം പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിവരെ തകർക്കാം. എന്നിരുന്നാലും മെല്ലിയായാലും ഇവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്തരത്തിൽ ആരെങ്കിലും ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ തകർക്കാം എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ പോലും അത് ഒരു പരിധി വരെ മാത്രമേ വിജയിക്കൂ. കാരണം ഇത്തരത്തിലുള്ള ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ആത്മവിശ്വാസം ഇവർക്കുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുവാൻ അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. കാരണം പല കാര്യങ്ങളും ഇപ്പോഴും മനസ്സിൽ വിഷമമായി ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ ഓർക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈശ്വരാധീനം ഉള്ള വ്യക്തികളായിരിക്കും ഇവർ. ഈശ്വരാധീനം കൂടുതലുള്ള വ്യക്തികളായിരിക്കും എന്ന് പരാമർശിക്കാം. അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഇവർക്കെതിരെ ആരെങ്കിലും വിശ്വാസവഞ്ചന നടത്തുകയാണ് എങ്കിലും
അവർക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. വിശ്വസിക്കാത്തതായ വ്യക്തികൾ പിന്നീട് ഇവരെ തിരിച്ചറിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരും. ആദ്യം ഇവരെ പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ പലപ്പോഴും പല വ്യക്തികളും ഇവരിൽ നിന്നും അകന്ന് നിന്നു എന്ന് വരാം. എന്നാൽ പിന്നീട് ഇവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. അതിനാൽ പലരും തെറ്റ് തിരുത്തി എന്ന് വരാം. അല്പം വൈകിയാലും അത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിക്കുന്നതെല്ലാം തന്നെ ഇവരുടെ നന്മയ്ക്കായി മാറുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിയായി തോന്നാം. എന്നാൽ ഭാവിയിൽ ആ കാര്യങ്ങൾ അന്നത് നടക്കാഞ്ഞത് നന്നായി എന്ന രീതിയിൽ ചിന്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വരും. കാരണം പല കാര്യങ്ങളിലൂടെയും ഇവർക്ക് തിരിച്ചടികൾ കടന്നു വരും. പ്രതീക്ഷ വയ്ക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ തകർന്നടിയുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഇവർ വിചാരിക്കാത്തതുപോലെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യം പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുകയും വിഷമങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നേരിടേണ്ടതായി വന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. മറ്റുള്ളവരെ സഹായിക്കുവാൻ ആദ്യം ഓടിയെത്തുന്നവർ കൂടിയായിരിക്കും ഇവർ. അത് ശത്രുക്കളാണ് എങ്കിൽ പോലും ഇവരുടെ മനസ്സ് അനുവദിക്കില്ല എന്നതാണ് വാസ്തവം. ശത്രുക്കളെ പോലും പലപ്പോഴും സഹായിച്ചിട്ടുള്ളവരാണ് ഇവർ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന കാണുകയാണ് എങ്കിൽ ഇവർക്കത് സഹിക്കാൻ സാധിക്കുന്നതല്ല. അതിനാൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഇവർ ചെയ്തു എന്ന് വരാം. എന്നാൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുകയും പിന്നീട് അവരിൽ നിന്ന് പോലും പഴി കേൾക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. അതായത് മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന രീതിയിൽ പല കാര്യങ്ങളും ഇവർ ചെയ്യും. എന്നാൽ മറ്റുള്ളവർ അത്തരത്തിലായിരിക്കില്ല ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും പല രീതിയിലും വിഷമങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഇവർക്ക് കടന്ന് വരാവുന്നതുമാണ്. മൃഗങ്ങൾ, കുട്ടികൾ, പക്ഷികൾ ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവരുമായി പെട്ടെന്ന് ഇണങ്ങുന്നു എന്നുള്ളതാകുന്നു. കുട്ടികൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് അത്ര ഇണങ്ങണം എന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് അത്ര സ്നേഹം ഉണ്ടാകണം അഥവാ സ്നേഹം കാണിക്കണം എന്നില്ല. എന്നാൽ ഇവരോട് വളരെയധികം സ്നേഹം കാണിക്കുകയും ഇവരോടൊപ്പം നിൽക്കുവാൻ കുട്ടികൾ കൂടുതൽ താല്പര്യപ്പെടുകയും ചെയ്യും. മൃഗങ്ങളാണ് എങ്കിലും ഇവരോട് പെട്ടെന്ന് ഇണങ്ങുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരാം. ഇവർ പോലും നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പലപ്പോഴും നിർഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നത് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ തരണം ചെയ്യാൻ ചില വ്യക്തികൾ ഇവർക്കിടയിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അപ്രതീക്ഷിതമായ ചില വ്യക്തികൾ കടന്നു വരികയും അവർ മൂലം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില പാഠങ്ങൾ പഠിക്കുകയും ചെയ്തു എന്ന് വരാം. പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ അവർ ഇവരെ സഹായിച്ചു എന്ന് വരാം. അത്തരം ചില കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. മഞ്ഞ പുഷ്പങ്ങൾ വിടരുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിലുള്ള വ്യക്തികളിൽ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നവർ തന്നെയാകുന്നു. തീർച്ചയായും മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാന്, ശ്രീകൃഷ്ണ ഭഗവാനും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് പ്രത്യേകിച്ചും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക.